അപ്പൊ ഞാൻ എടുക്കും. ഞാൻ എന്തുമാത്രം പുറകെ നടന്നിട്ടാണറിയോ ഇതൊക്കെ വാങ്ങിപ്പിച്ചത്. എന്നാ നീ കൊണ്ട് ബാങ്ക് ലോക്കറി കൊണ്ടുവയ്ക്കുക, അപ്പൊ ആരും കൊടുക്കൂല. ഈ വെള്ള സാധനമാണ് ഞാൻ എടുക്കും. ഇനി എടുത്ത് തന്നെ ഞാൻ കൈയും കാലും ഓടിക്കുന്നേ. എങ്ങനെ തന്നെ വാടി വന്ന കൈയും കാലും ഓടിക്കാൻ കൊണ്ട് ഞാൻ കൊത്തിപ്പൊടിക്കും ഞാൻ. എന്റെ ദൈവമേ, രണ്ടാളും ഒന്ന് നിർത്തോ. കൊറേ നേരമായി നിങ്ങടെ. പോടാ ഇല്ല തന്നെ ചേച്ചി കളിക്കരുത് വെറുതെ. ഞാനത് ഉപയോഗിക്കും, നിനക്ക് തരൂല. ഞാൻ കഷ്ടപ്പെട്ട് വാങ്ങിച്ചത് ചേച്ചി കൊടുത്തോ. എന്റെ മുടി പിടിച്ച് അമ്മേ സാധനത്തിനെ വിളിച്ചോണ്ടോ, അല്ലെങ്കിൽ ഞാൻ എടുത്ത് സൂപ്പ് സൂപ്പാക്കാൻ അങ്ങോട്ട് വാ. ഞാൻ എന്റെ കൈ പിന്നെ മാങ്ങറിക്കാൻ നിൽക്കുമല്ലേ. ഭാവഗായകനക്കും ആത്മസൗന്ദര്യമാണോ നീ നക്ഷത്രകന്യ നമ്മ നക്ഷത്രകന്യ. ഹെൽപ്പ് ചെയ്യണ ഒരു ചൂടല്ലേ, വേർത്ത് കുളിച്ചു. വേർത്തല്ല മോളെ. അതെ, ഇട്ടുപിടിച്ചതിന്റെ പൈസ കിട്ടിയെന്ന് കുറച്ചെനിക്ക് സഹായിക്കാൻ തരാൻ പറ്റുമോ? ചിട്ടി പിടിച്ചതിന്റെ പൈസ കിട്ടിയതിന്റെ കുറച്ചെനിക്ക് തന്ന് സഹായിക്കാമെന്ന് ചോദിച്ചു. ശൃംഗരിക്കാൻ വന്നത് കണ്ടപ്പോഴേ തോന്നി. അതല്ലെന്ന്, ഒരു 2 ആഴ്ചത്തേക്ക് മറിക്കാൻ വേണ്ടിട്ട് കുറച്ച് തന്നൂടെ? മറിക്കാനുമില്ല തിരിക്കാനുമില്ല. നമ്മൾ പോയാ നിങ്ങളെ മക്കള് രാവിലെ തന്നെ തുടങ്ങി. ഞാൻ വിചാരിക്കുന്ന പോലെയും നല്ല എന്റെ പെമ്പിള്ളേർ. മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആര്? നിങ്ങള് മര്യാദ പഠിച്ചാ എന്നിട്ടാണ് പിള്ളേർ പഠിപ്പിക്കാൻ പോലും. അതൊന്നും നീ നോക്കട്ടെ, അവറ്റകളെ ഞാൻ മര്യാദ പഠിപ്പിക്കാം. ചൂലോടാണോ മര്യാദ പഠിപ്പിക്കല്? ഇന്ന് അവള് മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അതെ, ഞാൻ അവളെ ശരിയാക്കിട്ടിരിക്കുമ്പോ ആ പൈസയുടെ കാര്യം മറക്കല്ലേ. ഇന്ന് അവള് മര്യാദ പഠിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇന്ന് അവള് മര്യാദ ഒരു പാഠം പഠിപ്പിക്കുന്നു, നോക്കിക്കോ. പുഷ്പയുടെ തല എന്നാ ഒന്ന് ഇത്രയുടെ മരം ഒന്ന് വന്നേ മോളെ. തൊള്ള തുടങ്ങി ഇനി അടുത്ത വന്നാമോ. നീ മിണ്ടരുത്. അച്ഛാ, ഞാൻ ഈ വീട്ടിലാരാ? ആരാ? നിനക്കറിഞ്ഞൂടാ നീ വീട്ടിലാരാ? നീ ഞാൻ പറഞ്ഞു. എന്നെന്താ വല്ല തവിട് കൊടുത്ത് മേടിച്ചാണോ? പിന്നെ തവിട് കൊടുത്ത് മേടിക്കാൻ അച്ഛൻ എന്താ വട്ടാണോ? കണ്ടാ എന്റെ പൊന്നച്ഛ, ഞാൻ ഇവളോട് പലതവണ, ഇവളല്ല ചേച്ചി, ഞാൻ ചേച്ചിയോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ഈ മേക്കപ്പ് സാധനം എടുത്ത് ഉപയോഗിക്കില്ലെന്ന്. ഈ വീട്ടിലെ എല്ലാ സാധനങ്ങളും എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാ അല്ല അച്ഛാ? അതെന്താ ഈ പറയണത്? ആയിക്കോട്ടെ, നീ ഉപയോഗിച്ചോ. പക്ഷേ എന്റെ അച്ഛൻ പാവം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടിട്ടാണ് ഈ സാധനങ്ങളൊക്കെ മേടിക്കുന്നുണ്ടോന്ന് ഞാൻ പറഞ്ഞതാ. അത് മോള് പറഞ്ഞ സത്യം തന്നെ. ഓ, അപ്പൊ നിങ്ങൾ ഒറ്റക്കെട്ടായി. അപ്പൊ എനിക്ക് മാത്രം സാധനങ്ങൾ സൂക്ഷിക്കാൻ അറിയില്ല. എന്നാ മോളെ, അങ്ങനെ ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? അല്ലാച്ചാ, അത് ഉള്ളതാ. ഇത് കണ്ട 2 ദിവസമായി കുളിച്ചിട്ട് വൃത്തി എന്ന് പറഞ്ഞ സാധനമില്ല. നിന്റെ മറ്റവൻ. മോളെ സോറി അച്ഛാ. നിനക്ക് വൃത്തിയില്ലാത്തോണ്ടല്ലേടി നിന്നെ ഹോട്ടലുകാരി ട്രെയിനിങ്ങിന് പിരിച്ചുവിട്ടത്? വൃത്തിയില്ലാത്തോണ്ടോ? ഞാൻ റിസൈൻ ചെയ്തതാണ്. ആ കിച്ചണിലെ ചൂടും ഇതൊക്കെ കാരണം എന്റെ സ്കിന്നും എല്ലാം ഇങ്ങനെ പോയായിരുന്നു. വെറുതെ ഹോട്ടൽ മാനേജ്മെന്റ് പഠിപ്പിച്ച് കാശ് കളഞ്ഞു. ഓഹോ, നിന്റെ കാശൊന്നും അല്ലല്ലോ ഞാൻ കളഞ്ഞത്. എടി, നീ IAS എന്ന് പറഞ്ഞിട്ട് കുറെ കാശ് അച്ഛന്റെ കൊണ്ടേ കളഞ്ഞല്ലേ. നിനക്കൊന്ന് നിർത്താൻ പറ്റുമോ? ഓ, നിനക്കോ? ആ, എന്നാ വന്നേ, അച്ഛൻ ഒരു രഹസ്യം പറയാനുണ്ട്. രഹസ്യോ? എന്ത് രഹസ്യം? രഹസ്യം പരസ്യമായിട്ട് പറയാൻ പറ്റുമോ? വന്നേ, വാ, വാടാ, വാടാ.
എന്ത് ചോദിക്കുന്നു? ഉറങ്ങിപ്പോയ അമ്മ. ആ ഞാനൊന്ന് മയങ്ങി പേടിച്ചേ. എടി പുഷ്പേ, നിന്നോടൊരു കാര്യം പറയട്ടെ. ഈ പ്രായത്തിൽ ഞാൻ ഇത്ര ചെറുപ്പമായിട്ടിരിക്കുന്നതിന്റെ കാര്യം നിനക്കറിയോ? അത് ഞാൻ ഡൈ അടിച്ചിരുന്നോണ്ട്. അത് ശരി, പക്ഷെ അത് മാത്രമല്ലടി, എന്റെ മനസ്സിലൊന്നുമില്ല. അതെന്തിട്ടാന്നറിയാമേ? ആ, പ്രായമായി കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്കെല്ലാം കംപ്ലൈന്റ് വരും. ആ. അതുകൊണ്ടാണ്. അത് ശരിയാണ്. ചില കീടങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നും. അതമ്മ തന്നെയല്ലേ ഉദ്ദേശിച്ചേ? നിനക്ക് അങ്ങനെ തോന്നിയോ? അങ്ങനെ തോന്നിയെന്നെങ്കിൽ നിന്റെ മനസ്സ് ശരിയല്ല. അമ്മേ, അമ്മ ഇന്നത്തെ പത്രം വായിച്ചോ? വായിച്ചു. അതില് മരുമോൾ അമ്മായിയമ്മയുടെ തലക്കടി ചൂലുന്ന വാർത്ത വായിച്ചാ? ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലമ്മേ. നീ ചെയ്യില്ലെന്നറിയാം, നിന്റെ മനസ്സൊക്കെ ശുദ്ധമാടി. എടി വെച്ചേ, ഒരു നര പോലും വെളി കാണരുതേ, എനിക്ക് പുറത്തിറങ്ങി നടക്കാനുള്ളതാ. ഞാൻ ഇന്ന് വരെ ഡൈ ചെയ്ത് തന്നിട്ട് ഒരു നരയെങ്കിലും വെളി കണ്ടിട്ടുണ്ടോ? അതൊന്നുമില്ല. എന്നാ പിന്നെ മിണ്ടാതിരിക്കും. മിണ്ടാതിരുന്ന നല്ല വൃത്തി ചെയ്തു. എടി എന്റെ ചെവിയലൊന്നും ആക്കരുത് നീ. അതെല്ലാം കുളിച്ചാ പോവമ്മേ. ശ്രദ്ധിച്ചേ അങ്ങോട്ട്. ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. വലിയ മുടിയും ഡൈയും എന്തെല്ലാം. നിങ്ങൾ ഇരിക്കേ. ഇനി ഇരിക്കേ. അച്ഛാ, അച്ഛാ, ആ ഞങ്ങൾ എന്തിനാ വിളിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. പറയാം. മക്കള് ഇന്ന് തൊട്ട് കുറച്ച് ദിവസത്തേക്ക് നല്ല ഡീസന്റ് കുട്ടികളായിട്ടൊന്ന് അഭിനയിക്കണം. അഭിനയിക്കാനാ? ആ, എത്ര ദിവസത്തേക്ക്? 2 ആഴ്ച. 2 ആഴ്ച? 2 ആഴ്ച ഒന്നും പറ്റത്തില്ല. ഒരു 2 ദിവസം പറ്റുമോ? അച്ഛാ, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. ഇങ്ങോട്ട് പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നതിന് അങ്ങോട്ട് പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി ഇതും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് മുതല് 2 ദിവസത്തേക്ക് നല്ല കുട്ടികളായിട്ട് അഭിനയിക്കാൻ പോകുന്നു. എങ്ങനെ? നല്ല കുട്ടികളായിട്ട് അഭിനയിക്കാൻ പോകുന്നു. അച്ഛാ, ഓ, എനിക്കെന്ത് തരും? എനിക്കെന്ത് വേണം? ഒരു ചോക്ലേറ്റും ടോയും. ഉറപ്പാണേ? ഉറപ്പ്. സെറ്റ്. അപ്പൊ ഡീൽ. ഡീൽ. അപ്പൊ ഞങ്ങൾക്കും വേണം ചോക്ലേറ്റ്. മേടിച്ചു തരാവേ. അപ്പൊ നമ്മൾ അഭിനയിക്കാൻ തുടങ്ങുകയല്ലേ? ചെന്നാട്ടെ, അതെ, ചെന്നാട്ടെ. നമുക്ക് 3 ആൾക്കും വലിയ പാക്ക് വേണേ. മേടിച്ചു തരാടാ. നമുക്ക് തുടങ്ങാം. ചെല്ലി. Come on, guys. അതെ അതെ അതെ, ഡീല് മറക്കരുതേ. ഇല്ലടാ മക്കളെ, ചെല്ലേ. ചന്തിക്ക് 2 അടിയും കൊടുത്തു അനുസരിപ്പിക്കേണ്ട തന്തയാ. പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മുടെ ഗതികേട് മാറും. പുഷ്പേ, നമ്മേ ഒന്നിങ്ങ് വന്നെടി. എടി ഒന്ന് നോക്കിയടി, ഒരു മുടി നിറച്ചിരിക്കുന്നു. എന്റെ അമ്മ, അത് ഒരു മുടിയല്ലേ? ഒരു മുടിയാണേലും മറ്റുള്ളവർ കാണുന്നല്ലേ. ഇനി ചെയ്യുമ്പോ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ചെയ്യാം. അച്ഛമ്മേ, എന്തുവാടി? അച്ഛമ്മ സുന്ദരിയായിട്ടുണ്ടല്ലോ. ആണോ? ആണോടി? പിന്നെ സൗന്ദര്യം തുളുമ്പല്ലേ? നല്ല മക്കളാ. നല്ല മക്കള്. ഇപ്പൊ ഒരടി കഴിഞ്ഞതേ ഉള്ളൂ അമ്മ, രണ്ടും കൂടി. അതിന് ഞങ്ങൾ അടിയൊന്നും കൂടിയില്ല. ഞാൻ ഇത്ര നേരം മുറ്റത്ത് നിന്നാ കേട്ടെ? വെറുതെ സംസാരിച്ചിരുന്നതാണ് ഞങ്ങള്. ഇങ്ങനെയാ സംസാരിക്കല്? അനല്ലേ എന്നിട്ട് അച്ഛനെ അകത്തേക്ക് വിട്ടെ? അതിന് അച്ഛൻ പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ശരിയായില്ലോ. അമ്മ നോക്കിക്കോ, ഇനി മുതല് ഞങ്ങൾ ഭയങ്കര റെസ്പോൺസിബിൾ ആയിരിക്കും. ഞങ്ങളായിരിക്കും ഇനി അമ്മേനെ അടുക്കളയിൽ സഹായിക്കാം. ഓ, നിങ്ങൾ ശരിക്കും അമ്മേനെ സഹായിക്കുക? പിന്നെ നമ്മേ, ഞാനേ നാളെ മുതലേ അച്ഛൻ്റെ കൂടെ ജോലിക്ക് പോവാ. എന്തിന്? ഇവർക്കെല്ലാവർക്കും ജോലി കിട്ടിയില്ലേ, ഞാൻ മാത്രമേ വീട്ടിൽ ഒന്നുമില്ലാതെ നിൽക്കണം. ഏയ്, പറ്റില്ല പറ്റില്ല. നിന്റെ അച്ഛന് വല്ല ജോലിയുണ്ടോടാ? ഒരു സഹായക്കാരൻ വന്നിരിക്കുന്നു. അത് പിന്നെ പറമ്പിലൊക്കെ അടിച്ചു വാരാ. കയറി പോടാത്തേക്ക് പോയി 2 അക്ഷരം പഠിക്ക്. എന്നാലേ ഞങ്ങൾ അമ്മേനെ അടുക്കളയിൽ പോയി ഒന്ന് സഹായിക്കട്ടെ.
എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്നാ പോയി നോക്ക് ചെല്ലു. ഡൈ ആണെന്ന് ഒട്ടും പറയില്ല കേട്ടോ. തത്തമ്മ പൈങ്കിളി കിട്ടടിച്ചപ്പോ നല്ല കിട്ടിച്ചെണ്ട് കിട്ടിത്തറവ്. തത്തമ്മ പൈങ്കിളി കിട്ടടിച്ചപ്പോ നല്ല കിട്ടുന്നേറ്റ് കിട്ടിത്തറവ്. തത്തമ്മ പൈങ്കിളി കിട്ടടിച്ചപ്പോ നല്ല കിട്ടിച്ചെണ്ട് കിട്ടിത്തറവ്. പുലയനാർ മണിയമ്മ പൂമല്ലക്ക. മോൻ പഠിക്കണ? കണ്ടൂടെ ചുമ്മാ ശല്യം ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു. എഴുതുന്നതും കോളാക്കി. IAS പഠിക്കുവാന്നല്ലോ, ഇരുന്ന് പഠിച്ചോ. അല്ല, ഞാൻ PSC പഠിക്കുക. ഒന്ന് പോയി തരൂ. നീ കുറച്ച് ഓവറാന്നുണ്ട് കേട്ടോ ഐഡിയായിട്ട്. അച്ഛാ അച്ഛാ, അച്ഛൻ പറഞ്ഞ പണി പണി ഞങ്ങള് സെറ്റാക്കിണ്ട്. അച്ഛമ്മയുടെ പറ. അച്ഛമ്മേനെ അമ്മേനെ ഞങ്ങൾ ഒലിപ്പിച്ച് ഫ്ലാറ്റ് ആക്കി. ഹലോ, ഞാനും കൂടി ഉണ്ടായിരുന്നു അച്ഛാ ഇവരുടെ അവിടെ. ഈ നരുന്തിനെ കൂട്ടിക്കൊണ്ടാണോ നിങ്ങൾ പോയത്? അച്ഛാ ഇനി ഇവൻ ഭയങ്കര ഓവറായിരുന്നു. എടി അതിന് ഇവനെ എപ്പോഴും അടി ഓവർ അല്ലാത്തത്. അതിന് ഞാൻ എപ്പോഴും ഓവറായത്? ഞാൻ ക്രിക്കറ്റ് ഒന്നും കളിച്ചില്ലല്ലോ, നിങ്ങളുടെ കൂടെ നിപ്പല്ലേനോ. കണ്ടോ കണ്ടോ ഈ ചെക്കന്റെ നികളിപ്പുണ്ടാ? അതെങ്ങനെയാ? ഇവിടെ ഓരോരുത്തരും കണ്ടല്ലേ പഠിക്കണേ. അച്ഛാ, ഇത് എന്നെ പറ്റിയല്ലേ പറഞ്ഞത്? ഇപ്പൊ രണ്ടുകൂടെ വഴക്കിട്ട് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാണ്ടാക്കോ? കൊച്ചു പിള്ളേരെ പോലെ വഴക്കിടുന്നു. കൊളാവോ? കൊള്ളൊന്നാവില്ല. അച്ഛാ, എന്നാലും അച്ഛന്റെ ഉദ്ദേശം എന്താ? എന്തുദ്ദേശം? ഒരു ഉദ്ദേശവും ഇല്ല. ഒരു ഉദ്ദേശവും ഇല്ലേ? ഇല്ല. മക്കളെ, നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ, നിങ്ങളുടെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഞാനൊരു അനങ്ങാപ്പാറയാണ്, എടുത്താ പൊങ്ങാത്ത ചാക്ക് പോലാണ്, ഇരുന്ന് അവിടെ തന്നെ ഇരിക്കും, ഒരു ഉത്തരവാദിത്വം ഏക്കത്തില്ലെന്നൊക്കെ. അപ്പൊ അതിനൊരു ഒരു പരിഹാരം എന്നോണം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇല്ലേ? ശരിയല്ലേ? അച്ഛാ, എന്താടാ? ചേച്ചി ഒന്ന് മാറിത്തരൂ. ഓ, താങ്ക് യു. കള്ളം പറയരുത്. അങ്ങനല്ലേ അച്ഛൻ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇതൊക്കെ എവിടുന്ന് വരുന്നടേ? അച്ഛൻ്റെ അല്ലേ മോൻ. അയ്യോ, ആ വിചാരം ഉണ്ടായിരുന്നാ മതി. മക്കളെ, അച്ഛൻ ഒരു കള്ളത്തരവും പറഞ്ഞിട്ടില്ല. ഇപ്പൊ നിങ്ങക്ക് വിശ്വാസമായില്ലേ? എന്നാ അച്ഛൻ പോയിക്കോട്ടെ. എന്നാലും അച്ഛനൊരു കള്ളത്തരല്ലേ? ഇല്ലേ? അത് കറക്റ്റ് ഇല്ലേ? അതെ അതെ. പോയി നോക്കിയാലോ? യെസ് ഗയ്സ്, കം ഓൺ. അടി അവിടെ പോയിരിക്കണം. അവിടെ ഇരി. പിള്ളേരൊക്കെ അവിടെ ഇരുന്നാ. രാഘവൻ 10, സതീശന് 5. ഓ, അച്ഛൻ എന്താ ഒരു കള്ളത്തരം? ഒന്നുമില്ല. ഒരു കള്ളത്തരവും ഇല്ലേ? സത്യം പറഞ്ഞോ ഇല്ല ഞങ്ങൾ കൂടെ നിക്കത്തില്ല കേട്ടോ. ഒന്നുമില്ല. പക്ഷേങ്കിലേ അച്ഛന് ഒരു ചെറിയൊരു ഫണ്ടിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതിനെന്തിനും ഞങ്ങളെ കൂട്ടുപിടിക്കണേ? എടി, അച്ഛൻ എവിടുന്നാ പൈസ കിട്ടുന്നത്? അച്ഛൻ എടുത്തുന്നു, അമ്മ എടുത്തുന്നു. അപ്പൊ ഫണ്ട് കിട്ടണ പരിപാടിയാണല്ലേ? ആണെങ്കിൽ അതെ, ഞാൻ ഓൺലൈനിൽ ഒരു ഹെഡ്ഫോൺ നോക്കി വെച്ചിട്ടുണ്ട്. അച്ഛനിക്കത് വാങ്ങിച്ചു. എനിക്കാണെങ്കിൽ കുറച്ച് മേക്കപ്പ് സെറ്റും വേണമായിരുന്നു. മക്കളെ, നനഞ്ഞടം കണ്ട് കുഴിക്കാൻ നിക്കല്ലേ.
എന്റെ പൊന്നെ അച്ഛ ഇങ്ങനെയൊക്കെ അച്ഛൻ്റെ അടുത്ത് വല്ലതും ചോദിക്കാൻ പറ്റത്തുള്ളൂ. അച്ഛൻ പേടിക്കണ്ട, അമ്മേനെ ഞാൻ കുപ്പിയിലാക്കി തരാം. പിന്നെ അച്ഛന്മാള് മോശമൊന്നുമല്ല, നല്ല കാശാ. അച്ഛൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അച്ഛൻ മെഴുക്കിന്റെ പട്ടി പോയി അച്ഛമ്മ എടീ, നീ മേക്കപ്പ് സാധനം വാങ്ങിക്കുമ്പോ എനിക്ക് 2 ലിപ്സ്റ്റിക്കും കൂടെ കൂടുതൽ മേടിച്ചോളൂ. 2 ലിപ്സ്റ്റിക്കാ? ഒരെണ്ണമൊക്കെ മതി. എനിക്കൊരു ഹെഡ്സെറ്റും കൂടി വാങ്ങിച്ചു തന്നു. ഹെഡ്ഫോൺ തന്നെ വേണോ? ഹെഡ്ഫോൺ തന്നെ വേണം. അല്ല എന്തിനാ ഹെഡ്സെറ്റ്? എനിക്ക് ഹെഡ്സെറ്റ് ഒക്കെ വേണം. എന്തിനാ? നിനക്ക് എന്തിനാ മേക്കപ്പ് സാധനം? എനിക്ക് മേക്കപ്പ് ഇടാനാണ് ഹെഡ്സെറ്റ്. അപ്പൊ അതുപോലെയൊക്കെ തന്നെ. പാട്ടൊന്നും കേൾക്കുന്ന ഞാൻ കണ്ടിട്ടില്ലല്ലോ. സിനിമ ഒക്കെ കണ്ടൂടെ? സിനിമ കാണാറുണ്ടോ? നിനക്ക് എന്തിനാ ഹെഡ്സെറ്റ്? ഞാൻ പാട്ട് കേൾക്കാറൊക്കെ ഉണ്ട് കേട്ടോ. ചിങ്കാരി എന്താ റീൽസ് കണ്ടോണ്ടിരിക്കുക? ഞാനിപ്പോ പുറത്തിരുന്നപ്പോഴേ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വീടും നാടും മഴയും. അമ്മ അതുമല്ലോ ഓർക്കാറുണ്ടോ? പിന്നെ എൻ്റെ ഓർമ്മയ്ക്ക് ഒരു കുറവില്ല. നിന്റെ അവള് പറഞ്ഞു കാണും എൻ്റെ ഓർമ്മക്കുറവുണ്ടെന്ന് എനിക്ക്. എന്ത് പറയുമ്പോഴേ അവളെ കുത്താൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന എന്തിനാ? അമ്മ അത് വിട്ടുകളാ. എനിക്ക് എന്റെ അമ്മയല്ലേ ചിങ്കാരി അല്ലേ? ആ ബോധം നിനക്കുണ്ടല്ലോ. ഉണ്ട്. ഈ ഞാനേ എൻ്റെ പിള്ളേരോട് എപ്പോഴും പറയും, ലോകത്തിൽ ഏറ്റവും നല്ല അമ്മ എൻ്റെ അമ്മയാണ്. അപ്പൊ അവര് പറയുന്നത് എന്താ അറിയോ? അവരുടെ അമ്മയാ ഏറ്റവും സൂപ്പർ എന്ന്. എന്നെ അമ്മ ചിരിക്കുന്നത്. അവളോ? ആ പൂതനെയോ? എൻ്റെ അമ്മ അത് വിട്ടുകളാ. പിള്ളേരല്ലേ, അവർക്ക് അവരുടെ അമ്മ തന്നെയാന്നേ വലുത്. എനിക്ക് എൻ്റെ അമ്മ എത്തിയോ വലുത്. നമുക്കൊരു പണി ചെയ്യണം. ഇത്തവണ വെക്കേഷൻ വരുമ്പം നമ്മുടെ ഈ 4 പിള്ളേരെയും കൊണ്ടിട്ട് ഒന്ന് നാട്ടിൽ പോകണം. അമ്മ അറേഞ്ച് ചെയ്താൽ മതി കാര്യങ്ങൾ. പൈസയൊക്കെ അമ്മ മുടക്കുക, വണ്ടി ഞാൻ അറേഞ്ച് ചെയ്യും, ഫുഡ് ഞാൻ അറേഞ്ച് ചെയ്യും, എല്ലാം ചെയ്യും. ബില്ല് അമ്മ സെറ്റിൽ ചെയ്യണം. ഓക്കെ അല്ലേ? പിന്നെ ഓക്കെ. അപ്പൊ നമുക്ക് ഒരു 4 ദിവസത്തെ ട്രിപ്പ്. എവിടേക്കാ പോകണ്ട പറ. അത് നമുക്ക് നാട്ടിൽ പോവാം, പിന്നെ അപ്പുറത്ത് അമ്മാവന്റെ വീട്ടിലൊക്കെ പോവാം, എല്ലായിടും ഒന്ന് കറങ്ങാം. ഈ പിള്ളേരാരും അമ്മാവനെയും വീട്ടുകാരെയും ഒന്നും കണ്ടിട്ടില്ല. അവരൊന്നും കണ്ടിട്ടില്ല അവരിതുവരെ. നമുക്ക് പോകാടാ, അടിച്ചു പൊളിക്കാടാ നമുക്ക്. എടാ ആ സാധനത്തിന് എടുക്കരുത് കേട്ടോ. എന്നതാ അമ്മ പറയുന്നതിന് ഒരു ലോജിക്ക്. എനിക്ക് അവളുമായിട്ട് അത്ര പൊട്ടുന്നില്ലടാ. അതെ നമുക്ക് മാത്രം പോടേർക്കാം. എന്തോന്ന് അമ്മ പറയുന്നേ? അമ്മ ഇതൊരു അച്ഛനില്ലാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എടാ അച്ഛനെ പോലാണോ ആ സാധനം? വേണ്ട, നമുക്ക് മാത്രം പോയാൽ മതി. ഇതിപ്പോ അച്ഛനോട് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അവളെ അമ്മയും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ അച്ഛൻ ജീവനോട് ഉണ്ടായിരിക്കണമായിരുന്നു. ഞാൻ വരുന്നില്ല. ഞാൻ വരുന്നില്ല. ആ സാധനം ഉണ്ടെങ്കിൽ ഞാൻ വരുന്നില്ല. നല്ല കുഴപ്പം. എങ്ങോട്ടെങ്കിലും ഒരു കാര്യം കരക്കെടുക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ കീരിയും പാമ്പും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നു. ഞാൻ ആരോടും ഒരു കുറ്റത്തിന് വരുന്നില്ല. എന്റെ നേരെയല്ലേ അവൾ ഇങ്ങോട്ട് വരുന്നത്. നീ കാണാറുള്ളതല്ലേടാ കേൾക്കാ. നമുക്ക് ബുദ്ധിയില്ലേ? എനിക്ക് ബുദ്ധി കുറെ കൂടിയിട്ടാ ഇങ്ങനെ പറ്റിയത്. ആ സാധനത്തെ പിടിച്ച് കെട്ടിച്ചേരാൻ പോയതാ. ഏറ്റവും വലിയ അബദ്ധമായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട്. അതിന് അമ്മയാണ് ഉത്തരവാദി, ഞാനല്ല ഉത്തരവാദി. അത് സത്യമാണേ. അങ്ങനെ വന്നു കഴിയുമ്പോൾ അമ്മ എന്താ ചെയ്യേണ്ടത്? അവളുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അവളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് എന്നുവെച്ചാ മതി. അവളിങ്ങോട്ട് എന്നെ കൊണ്ട് ഇനി പറയിപ്പിച്ചാലുണ്ടല്ലോ. പ്രായമായ 4 പിള്ളേരുള്ള തള്ളയാ അവള്. അവര് 4 അച്ഛമ്മ എടുത്തിട്ട് ഇടിച്ച് പരത്തിക്കളയും. ആണോടാ? അതുകൊണ്ട് ഒരു പണി ചെയ്യുക, നമ്മുടെ പ്രായം മനസ്സിലാക്കുക, നമ്മുടെ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കുക. അമ്മ ഇപ്പൊ തന്നെ ചട്ടിയാണ് നടക്കുക. നിന്നോട് എത്രയോ പ്രാവശ്യം പറഞ്ഞു എന്റെ കാലം കൊണ്ട് കാണിക്കാൻ. അമ്മ ഈ ഇവളുമായിട്ട് വഴക്കിട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് അവളോട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പറ്റുമോ? അവൾക്ക് എന്തെങ്കിലും മേലാന്ന് പറഞ്ഞോ ഉടനടി നീ പോകുമല്ലോ. ഈ കാലമേലത്തെ തള്ളേനെ നീ തിരിഞ്ഞു നോക്കുന്നുണ്ടോടാ? സമാധാനം വേണ്ടേ? സ്നേഹം വേണ്ടോടാ. മക്കളായാലും ഇങ്ങനൊന്നും പറ്റൂല. സ്നേഹമുണ്ട്, അതുകൊണ്ടാ ഞാൻ ഈ തണുപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാരെയും. അമ്മ ഒന്ന് നിന്ന് തന്നാൽ മാത്രം മതി. അമ്മ അവളുമായിട്ടൊക്കെ ഒന്ന് ചേർന്ന് ആ ടൂറിനൊക്കെ പോയി നമുക്ക് അവളുടെ വീട്ടിലും വേണേ പോവാം. അമ്മ അവളുടെ അമ്മയെ കാണുമ്പോൾ ചാടി കയറി കെട്ടിപ്പിടിച്ച്, അമ്മയുടെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലേ, അത് വെച്ച് കെട്ടിപ്പിടിച്ച്. ഞാൻ ഏറ്റില്ല. എന്റെ പൊന്നു മോനല്ലടാ നീ, എന്റെ ചക്കര മുത്തല്ലടാ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഈ കുറ്റം പറയുന്ന പരിപാടി ഉണ്ടല്ലോ, അതങ്ങ് നിർത്തണം. അത് ഞാൻ നിർത്താം. നിന്റെ കെട്ടുകള് നിസ്സാരക്കാരി അല്ല. ഞാനായിട്ട് അവളെ സഹിക്കുന്നു. അമ്മേ, അവളെ നന്നാക്കാൻ അമ്മയെ കൊണ്ട് പറ്റുമോ? എനിക്ക് പറ്റില്ല മക്കളെ. എന്നെ കൊണ്ടും പറ്റിയല്ല, അവളുടെ അച്ഛനെ അമ്മയെ കൊണ്ട് പറ്റിയിട്ടില്ല, പിന്നെയാണോ ഇനി നമ്മളെ കൊണ്ട് പറ്റാൻ പോകുന്നത്? അതുകൊണ്ട് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യുക, സ്നേഹത്തോടെയൊക്കെ പോവുക. നമുക്ക് പിള്ളേരെ പറഞ്ഞ് സോപ്പിട്ട് ഈ ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ 4 പിള്ളേരും അമ്മയുടെ ഫാൻസായി മാറും. പറ്റുമോ? എന്തൊക്കെയല്ല ചോദിക്കണ്ടേ? ഞാൻ ഏറ്റെന്ന് പറഞ്ഞില്ലേ? അവര് ചോദിക്കുന്ന എല്ലാം മേടിച്ചു കൊടുക്കണം. നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ എന്തൊക്കെ ചെലവാ ഉണ്ടാകുന്നത്? വണ്ടിയുടെ ചെലവ് നിസ്സാരം, ഒരു 10-15,000 രൂപയുടെ ചെലവേ ഉള്ളൂ. അത്രേ ഉള്ളൂ. 15,000 രൂപയോ? പിന്നെ 15,000 രൂപ ഇല്ലാതെ നിന്റെ ഒരു കൂട്ടില്ലേ? അമ്മ, ഞാൻ എടുത്ത അമ്മയോടുള്ള സ്നേഹം അവർക്ക് കൂടുവോ?
ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ എടുക്കാം. പറ. അമ്മയ്ക്ക് ഇവിടെ സ്ഥാനം വേണം. വേണം. അമ്മ ഈ ടൂർ കഴിഞ്ഞ് വന്നു നോക്ക്, അവള് അമ്മയെ രാജ്ഞിയെ പോലെ എടുത്തു നോക്ക്. പുഷ്പ വന്നിട്ട് അമ്മയെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങും. അതിനൊക്കെ വേണ്ടിട്ടേ പറയുന്നത്. അപ്പൊ നമ്മളൊരു നയം വേണം, നമ്മളൊരു സ്നേഹം വേണം. ഏറ്റവും മക്കളെ ഞാൻ പോയി പിള്ളേർക്ക് പറയട്ടെ. ഉറപ്പാണേ? വാക്കാണേ? ചക്കര കൂട്ടനില്ലടാ അമ്മയുടെ ഞാൻ ഏറ്റു. നീ പോടാ. ഓക്കെ